2025 ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസങ്ങളിലായി കേരളത്തിൽ 1,65,000 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. 17 പേർ മരിച്ചു. 2014-2025 കാലഘട്ടങ്ങളിൽ 22.52 ലക്ഷം നായ കടിച്ച കേസുകൾ, 160 മരണങ്ങളുണ്ടായെന്ന സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ രേഖകളും ഔദ്യോഗിക കണക്കുകളും പുറത്തുവന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടികളില്ല. രജിസ്റ്റർ ചെയ്യാത്ത കേസുകൾ ഇതിലേറെയാണ്. 2025 ജൂലൈ 28-ന് കേരള ഹൈക്കോടതി തെരുവുനായ ആക്രമണങ്ങളെ ദുരന്ത നിയന്ത്രിത നിയമം 2025 പ്രകാരമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചതും നിസ്സാരവൽക്കരിച്ച് അധികാരികൾ കാറ്റിൽ പറത്തി. ഈ സാമൂഹ്യ വിപത്തിനെതിരെ പൊതുസമൂഹം സംഘടിച്ചില്ലെങ്കിൽ തെരുവോരങ്ങൾ ശവപ്പറമ്പുകളായി മാറുമെന്നും CBCI ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്കിറങ്ങി വന്യജീവികൾ മനുഷ്യജീവനെടുക്കുമ്പോൾ പട്ടണങ്ങളിൽ തെരുവുനായ്ക്കൾ മനുഷ്യനെ ആക്രമിച്ച് അതിദാരുണമായി കൊല്ലുന്നത് അനുദിനം ആവർത്തിക്കുന്നു. തെരുവുനായുടെ ആക്രമണങ്ങൾക്കിരയാകുന്നത് കൂടുതലും വയോജനങ്ങളും കുട്ടികളുമാണ്. സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം തെരുവുനായ്ക്കൂട്ടങ്ങൾ വിഹരിക്കുമ്പോൾ കുട്ടികളുടെ ജീവൻ പന്താടപ്പെടുന്നു. ദിവസവും രാവിലെ സ്കൂളുകളിലേക്ക് നടന്നുപോകുന്ന നിർധന കുടുംബങ്ങളിലെ കുട്ടികളും ജോലിക്ക് പോകുന്ന സ്ത്രീകളുമാണ് പ്രധാനമായും തെരുവുനായ്ക്കളുടെ ഇരകളാകുന്നതെന്നും CBCI ലേറ്റി കൌൺസിൽ ചൂണ്ടിക്കാട്ടി. 1964-ലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന നിയമം അട്ടിമറിച്ച് 2001-ൽ മൃഗപ്രജനന നിയന്ത്രണ ചട്ടങ്ങളിലൂടെ നായ്ക്കളെ കൊല്ലുന്നത് വിലക്കിയത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. വന്യകരണത്തിലൂടെ തെരുവുനായ്ക്കളെ കുറയ്ക്കുവാനുള്ള വ്യവസ്ഥകളും സർക്കാർ സംവിധാനങ്ങൾ അട്ടിമറിച്ചു. 2018-ൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ നായയുടെ കടിയേറ്റ് മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് തടയുവാൻ നടപടികളുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടികളില്ലാതെ നായ സ്നേഹികൾക്ക് മുൻപിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുട്ടുമടക്കി. 2021 ജൂലൈയിൽ കേരള ഹൈക്കോടതി വീട്ടുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ വേണമെന്നിറക്കിയ ഉത്തരവും കൃത്യമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. 2025 ഓഗസ്റ്റ് 11-ന് നായ്ക്കളെ തെരുവിൽ വിടാൻ പാടില്ലെന്നും തെരുവുനായ്ക്കളെ ഉടൻ പിടികൂടി പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടതും ചോദ്യം ചെയ്യാൻ നായസ്നേഹി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് നിസ്സാരവൽക്കരിക്കരുതെന്നും CBCI ലേറ്റി കൌൺസിൽ ഓർമ്മപ്പെടുത്തി. കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീംകോടതിയിൽ കേസ് നടത്തുന്ന ഇത്തരം നായസ്നേഹി സംഘടനകളുടെ വൻ സാമ്പത്തിക ഇടപാടുകളും വാക്സിൻ കമ്പനികളുമായുള്ള ഇക്കൂട്ടരുടെ ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉടമകളില്ലാത്ത നായകളാണ് തെരുവിലിറങ്ങുന്നത്. അവ വീടുകളിലെ വളർത്തുമൃഗങ്ങളല്ല. അതിനാൽ തെരുവുനായ്ക്കളെ വന്യജീവികളായി കണക്കാക്കി വനത്തിനുള്ളിലാക്കണം. വനാതിർത്തി വിട്ട് പുറത്തിറങ്ങിയാൽ ഇവയെ കൊല്ലാനുള്ള നിയമമാണ് വേണ്ടത്. ഈ നിയമം സൃഷ്ടിക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് അവകാശമുണ്ട്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിലൂടെ അതിദാരുണവും അതിക്രൂരവുമായ മരണത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത് തടയുവാനുതകുന്ന നിയമങ്ങളും നടപടികളുമില്ലാതെ ഈ കൊടുംപാതകത്തിന് സർക്കാർ കുടപിടിച്ച് കൂട്ടുനിന്നാൽ ജനപ്രതിനിധികളെ പൊതുസമൂഹം തെരുവിൽ നേരിടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും അതിനിടെ വരരുതെന്നും VC സെബാസ്റ്റ്യൻ മുന്നറിയിപ്പ് നൽകി. ഷെക്കിന ന്യൂസ്, കൊച്ചി.